വെൽക്കം ടു JK's Craft Hours. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഒരു പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ മൈ ചാനൽ. അതുമാത്രമല്ല അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. പപ്പങ്ങയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഫീമെയിൽ സീഡ്സും മെയിൽ സീഡ്സും വേർതിരിക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ പ്ലാന്റ്സ് എങ്ങനെ കൂട്ടാമെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യേണ്ടത് ഒരു പപ്പങ്ങ എടുക്കുക. നല്ല പഴുത്ത പപ്പങ്ങ എടുത്തിട്ട് പപ്പങ്ങയുടെ ആദ്യം സെൻറ്റർ എടുക്കണം. സെൻറ്ററിൽ നിന്ന് മാറ്റി 1/4 പൊസിഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കാരണം ഇപ്പം ഞാൻ 1/4 കാൽഭാഗം എടുത്ത് വച്ചിരിക്കുന്നത്. ഈ കാൽഭാഗത്തിൻ്റെ ഇപ്പുറത്തെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഫീമെയിൽ സീഡ്സ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ്സ് മെയിൽ സീഡ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ മറ്റേതിൽ മെയിൽ സീഡ്സും വരാൻ സാധ്യതയുണ്ട്, പക്ഷേ എന്നാലും പ്രോബബിലിറ്റി കൂടുതൽ ഫീമെയിൽ സീഡ്സിനെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് നടാം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളിത് മൊത്തം കട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ കുറേ സീഡ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഫീമെയിൽ സീഡ്സും മെയിൽ സീഡ്സും കാണും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. അപ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ചിലത് ഗ്രേ കളറും കാണും, ചിലത് ബ്ലാക്ക് കളറും കാണും. അപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്ത് കാണിച്ചുതരാം. ഇപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ബ്ലാക്കും ഗ്രേയും ഉണ്ട്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഗ്രേയും മറ്റത് ബ്ലാക്കും ആണ്. അപ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്നത് ഫീമെയിൽ സീഡ്സും ഗ്രേ എന്ന് പറയുന്നത് മെയിൽ സീഡ്സും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേർതിരിച്ചെടുത്തിട്ട് നടാം. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ജ്യൂസ് ഉണ്ട് ഈ സീഡ്സിൻ്റെ പുറത്ത്. ആ ജ്യൂസ് പൊട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് കണ്ടിപ്പം പൊട്ടിയ ഫീമെയിൽ സീഡ്സ് പോലെ ആയിരിക്കും, ബ്ലാക്ക് കളറായിരിക്കും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ ജ്യൂസും കളഞ്ഞതിന് ശേഷം എല്ലാ സീഡ്സും ഡ്രൈ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ഗ്രേയും ബ്ലാക്കും കാണാൻ പറ്റും. അത് കുറച്ച് സമയം എടുക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനെക്കാട്ടി ഇങ്ങനെ വെറുതെ നോക്കിയാൽ മതി. ഇപ്പം അഥവാ ജ്യൂസ് പൊട്ടിപ്പോണെങ്കിൽ വേറെ ഒരു മൂന്നാമതൊരു ഐഡിയയും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ബ്ലാക്ക് സീഡ്സും നമ്മുടെ ഗ്രേ സീഡ്സും സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പം എല്ലാം നമ്മൾ ബ്ലാക്ക് സീഡ്സ് നട്ടാൽ ഫീമെയിൽ നട്ടാൽ മെയിലും ആവശ്യമുണ്ട്, എന്നാലേ ഫ്രൂട്ട്സ് ഉണ്ടാകുള്ളൂ. അപ്പോൾ 1-2 മെയിൽ സീഡ്സും കൂടെ നടേണ്ടി വരും. പിന്നെ ഇതും പ്രോബബിലിറ്റി ആണ്, പക്ഷെ മാക്സിമം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ എനിക്ക് ഗുഡ് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്. ഇനി മൂന്നാമതായി നമ്മൾ പറയുന്നത്, നമ്മുടെ സീഡ്സ് ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ നട്ട് അല്ലെങ്കിൽ അല്ലാതെ പൊടിച്ച സീഡ്സോ ആയിരിക്കട്ടെ, അങ്ങനെ ഇപ്പം കുറേ പപ്പങ്ങ ട്രീ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇതൊക്കെ താനേ പൊടിച്ച പപ്പങ്ങയാണ്. അപ്പോൾ ഈ പപ്പങ്ങയിൽ എങ്ങനെ നമുക്ക് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഞാൻ മെയിലായിട്ടുള്ളൊരു പപ്പായ പ്ലാന്റിനെ നമുക്ക് ഫീമെയിൽ പ്ലാന്റ് ആക്കാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതും പ്രോബബിലിറ്റിയാണ്, പക്ഷെ മാക്സിമം സക്സസ് ആയിട്ടുണ്ട്. ബട്ട് ഇപ്പം നമ്മൾ 3 ചെയ്ത് നോക്കുന്നെങ്കിൽ ഒന്ന് ചിലപ്പോൾ ഫെയിലാവാൻ സാധ്യതയുണ്ട്, എന്നാലും മാക്സിമം ശരിയാവുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിലെടുക്കുമ്പോൾ അതിൻ്റെ റൂട്ട് കണ്ടു, നല്ല നീളമുണ്ട്. ആ നീളമുള്ള റൂട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് നോക്കണം. അതിലും ഈ ചെറിയ റൂട്ട്സ് വരാത്ത രീതിയിൽ കട്ട് ചെയ്ത് ചെയ്യണം. കാണിച്ചു തരാം. കണ്ടു, ഇപ്പോൾ ആ ചെറിയ റൂട്ട് ഞാൻ മാറ്റി നിർത്തിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലൈഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അവിടെ വെച്ചിട്ട് ആ പാർട്ട് അങ്ങ് കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സെൻറ്ററിൽ കുറേ ബ്രാഞ്ചസ് വരും, റൂട്ട്. അങ്ങനെ വരുമ്പോൾ കൂടുതലും ഫീമെയിൽ വരുമെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങൾക്കിത് സക്സസ് ആവുന്നെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്